നമസ്കാരം. നാടിൻ്റെ നാവുന്നേർ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നമ്മളിന്ന് ആദ്യമായി കൊടുക്കുന്ന വാർത്ത വീണ്ടും മാലിന്യത്തിൻ്റെതാണ്. കാരണം നമ്മുടെ ചന്ദനത്തോപ്പ് ഐറ്റിക്ക് സമീപം ആ സമാന്തര റോഡിലുള്ള മാലിന്യം വാർത്തയായതിനെ തുടർന്ന് പഞ്ചായത്തും ഐറ്റിയിലെ കുട്ടികളും എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളും ഹരിതകർമ്മസേന അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അതല്ലേ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചെങ്കിലും അതിപ്പോഴും അവിടെ കുഴിച്ചിടാൻ കഴിയാത്ത തരത്തിൽ, റെയിൽവേയുടെ ഒരു അനുമതി ഇല്ലാത്തതുകൊണ്ട് കുഴിച്ചിടാൻ കഴിയാത്ത തരത്തിൽ അത് വീണ്ടും കൂട്ടമായി പല കൊച്ചു കൊച്ചു കൂട്ടങ്ങളായി അവിടെ കിടക്കുകയാണ്. എന്തായാലും ഇത് ആരുടെ കുഴപ്പമാണ് ആയാലും അനുഭവിക്കേണ്ടത് ജനങ്ങളാണ്. ഇതിന് ഒരു സമാന്തരമായിട്ടെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകണം, സ്ഥിരമായി ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം. വാർത്തകൾ കാണാം. മാലിന്യ നിക്ഷേപം പഞ്ചായത്ത് നടപടി ഘടിപ്പിച്ച് റെയിൽവേക്ക് അവഗണന. പെരിനാട് പഞ്ചായത്ത് ചന്ദനത്തോപ്പ് റെയിൽവേ സമാന്തര പാതയിലെ മാലിന്യമാറ്റം കീറാമുട്ടിയായി തുടരുന്നു. പ്രദേശത്ത് 1/2 കിലോമീറ്ററോളം റെയിൽവേ സ്ഥലത്താണ് ബാർബർ ഷോപ്പിലേത് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പഞ്ചായത്ത് നടപടികൾ കർശനമാക്കി സ്പെഷ്യൽ ഡ്രൈവ് വഴി 3 ദിവസമായി ഹരിതകർമ്മസേനയും ITI വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് പ്രദേശത്ത് മാലിന്യങ്ങൾ തരംതിരിച്ച് കൂട്ടിയിട്ടെങ്കിലും ഇത് കുഴിച്ചിടുന്നതിന് റെയിൽവേ തടസ്സം നിൽക്കുകയാണ്. റെയിൽവേ പുറമ്പോക്കിൽ കുന്നുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം റെയിൽവേ പാലിക്കുന്നില്ല. മാലിന്യം കുഴിച്ചിടാൻ പഞ്ചായത്തിന് റെയിൽവേ അനുമതി നൽകാത്ത സാഹചര്യമാണ്. ഇത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ബുധനാഴ്ചയല്ലേ കല്യാണം ഗോപിയെ? നീ ഇതെടുത്തോ, നിനക്കിത് നന്നായി ചേരും. നീ എന്തിനാ അതെടുത്താ കൊച്ചിന് കൊടുത്തേ? അത് പുതിയതല്ലായിരുന്നോ? വേറെ പഴയതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലേതെങ്കിലും ഒന്ന് കൊടുത്താ പോരായിരുന്നോ? എൻ്റെ ഉമ്മ, എനിക്ക് വേറെ കുറെ ഇരിപ്പില്ലേ, അതവള് തയ്പ്പിച്ചിട്ടോട്ടെ. ഓ, നീ ആര്? മദർ തെരേസയോ? എൻ്റെ ഉമ്മ, നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നതാ പുണ്യം. ആ, പുണ്യം കൊണ്ട് അവിടെ ഇരുന്നോ. എന്താ മോളെ, ഒന്ന് ഇട്ട് നോക്കിയേ. എന്താ പാപ്പ ഇത്? നോക്ക്. എന്താ പാപ്പ ഇത്? കൊള്ളാലോ, അൽഹംദുലില്ലാ. നല്ല മുഞ്ചുള്ള മാല. ഇതാ ഞാൻ പറഞ്ഞ പുണ്യം കണ്ട. ഈ വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി മനസ്സറിഞ്ഞ് സമ്മാനിക്കാം പൊന്നിൽ തീർത്തൊരു സമ്മാനം. അത് നമ്മുടെ ചിന്നൂസിൽ നിന്നാകട്ടെ. കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില, വിവാഹ ആവശ്യങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം, പണിക്കൂലി 1.9% മുതൽ. എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, CSI കോംപ്ലക്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. അഭയകേന്ദ്രം സന്ദർശിച്ചു. കുരിപ്പള്ളി SABTM UP സ്കൂളിലെ അറബിക് ക്ലബായ അലീഫിന്റെ നേതൃത്വത്തിൽ നെടുമ്പന നവജീവൻ അഭയകേന്ദ്രത്തിൽ കുട്ടികൾ സന്ദർശനം നടത്തി. അഭയകേന്ദ്രത്തിലെ അമ്മമാർക്ക് ആവശ്യമായ പഴവർഗ്ഗങ്ങളും സാമ്പത്തിക സഹായം കുട്ടികൾ ശേഖരിച്ചു നൽകി. കുട്ടികൾക്ക് ഇത് വേറിട്ട ഒരു അനുഭവമായി. ഹെഡ്മിസ്ട്രസ് മിനി I, സീനിയർ അസിസ്റ്റന്റ് A സബിത, ശ്രീരാജ് R, F ഖുർഷിദ് എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1, 9, 8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. കിണറ്റിലകപ്പെട്ട അമ്മയെയും മകളെയും ഫയർഫോഴ്സ് രക്ഷിച്ചു. കിണറ്റിലകപ്പെട്ട അമ്മയെയും മകളെയും ഫയർഫോഴ്സ് രക്ഷിച്ചു. പാത്രേശ്വരം കൈതക്കോട് വാറൂർ ക്ഷേത്രത്തിന് സമീപം ചരിവുള പുത്തൻ വീട്ടിൽ ഹരിദാസിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്ന മകൾ അദീനാദാസ് കാൽവഴി കിണറ്റിൽ വീണു. ഇത് കണ്ട അമ്മ ലളിത മകളെ രക്ഷിക്കുന്നതിന് കിണറ്റിലേക്ക് കയറിൽ തൂങ്ങി ഇറങ്ങുന്നതിനിടെ കയർ മുട്ടി ഇരുവരും കിണറ്റിൽ അകപ്പെട്ടു. തുടർന്ന് കുണ്ട്രയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ സക്കറിയ അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് കിണറ്റിലിറങ്ങി വല ഉപയോഗിച്ച് ഇരുവരെയും കരയ്ക്കെത്തിച്ചു. തുടർന്ന് ആശുപത്രിയിൽ
പ്രാഥമിക ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ മാത്യൂസ് കോശി, നിസാമുദ്ദീൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനൂപ്, സാബു, തോമസ്, വിശാഖ് എന്നിവർ പങ്കെടുത്തു. പുലിയോരത്ത് മാലിന്യത്തിന് പകരം മദ്യക്കുപ്പികൾ. പെരിനാട് പഞ്ചായത്തിലെ പുലിയോരം സർക്കാർ കടവിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിക്കാൻ പഞ്ചായത്ത് സ്ഥാപിച്ച സംഭരണിയിൽ കൂടുതലും മദ്യക്കുപ്പികൾ. സന്ധ്യ മയങ്ങിയാൽ കടവിൽ മദ്യപരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും സങ്കേതമാവുകയാണ്. പോലീസും എക്സൈസും തിരിഞ്ഞു നോക്കുന്നതിന് ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്. കണക്ട് കുണ്ട്ര CUT ക്ലബ്ബ് ആരംഭിച്ചു. കുണ്ടറ നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി PC വിശ്വനാഥ് MLA കണക്ട് കുണ്ട്ര 3.0 പദ്ധതിയുടെ ഭാഗമായി കണക്ട് കുണ്ട്ര CUET ക്ലബ്ബ് ആരംഭിച്ചു. രാജ്യത്തെ മികച്ച സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയാണ് ക്ലബിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്തെ 250ഓളം കേന്ദ്ര സംസ്ഥാന ഡീംഡ് സർവകലാശാലകളെക്കുറിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതോടൊപ്പം CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മത്സര പരീക്ഷകൾക്കായി വിദഗ്ധ പരിശീലനം ലഭ്യമാക്കുക, CUET 2025 UG പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും തയ്യാറെടുക്കുന്നതിനും വിദ്യാർത്ഥികളെ സഹായിക്കുക, വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ഹെൽത്ത് ക്ലബ്ബുകൾ സ്ഥാപിക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. നിലവിൽ CUET 2025 UG പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷൻ 2025 മാർച്ച് 22 അവസാനിക്കും. വിദ്യാർത്ഥികളുടെ സഹായത്തിനായി 99 46 36 46 92 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറക്കിയിട്ടുള്ള 15 ഹ്രസ്വചിത്രങ്ങൾ 6 മുതൽ സ്വാഹ വരെയുള്ള 15 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.